ആരാധ്യനായ അധ്യക്ഷൻ TP സെൻകുമാർ സാർ, ഈ കോൺക്ലേവിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ കാര്യാധ്യക്ഷൻ ശ്രീ M. ഗോപാൽജി, ഇന്നിവിടെ ഈ സഭയിൽ ഇന്ന് നടന്ന കാര്യങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ സന്നിഹിതനായിട്ടുള്ള പ്രിയ സഹോദരൻ രാജേഷ് പിള്ളജി, സ്വാഗതം ആശംസിച്ച ഡോക്ടർ വിനോദ് കുമാർജി, കൃതജ്ഞത പറയുന്നതിനു വേണ്ടി ഉപവിഷ്ടയായിട്ടുള്ള അഡ്വക്കേറ്റ് അഞ്ജന സുരേഷ്, സദസ്സിൽ കാലത്ത് മുതൽ സാഗൂതം സശ്രദ്ധം ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും സമയലബ്ധി അനുസരിച്ച് ഇടപെടുകയും ഒക്കെ ചെയ്ത പ്രബുദ്ധരായ തിരുവനന്തപുരത്തെ മാത്രമല്ല, ഞാനിന്ന് രാവിലെ ചോദ്യം ചോദിക്കുന്ന സമയത്തൊക്കെ കാണുകയുണ്ടായി, ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രബുദ്ധ സദസ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ കീനോട്ട് അഡ്രസ് എന്ന് പറഞ്ഞു, രാവിലെ എന്താ നടത്തിയതെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമായി. അപ്പോൾ ഈ കാലത്തും വൈകുന്നേരവും ഒരാളെ തന്നെ സഹിക്കേണ്ടി വരിക, കാലത്ത് പ്രത്യേകിച്ച് ആ സമയമില്ലാത്ത സമയത്ത് പലരും വാച്ചൊക്കെ പൊക്കി കാണിച്ചാണ് ഞാൻ അവസാനം നിർത്തിയത്. അപ്പോൾ ഇനി എന്താ ഇതിൽ പറയാൻ അവശേഷിക്കുന്നത് എന്ന ഒരു വലിയ സംശയത്തിലാണ് ഞാൻ. ഒരു വസ്തുത എല്ലാവരും കൃത്യമായി ഒന്ന് മനസ്സിൽ കുറിച്ചിടുകയും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഉയരാനിടയുള്ള ചോദ്യങ്ങൾക്ക് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ചിലർക്ക് തന്നെ ഈ പരിപാടിയെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകാം. എന്തിനാണ് ഇത്തരമൊരു പരിപാടി? അതിൽ തന്നെ 2 സെഷനും കൊടുത്തിട്ടുള്ള, നമ്മുടെ ലക്ഷ്മി മാം പറഞ്ഞതുപോലെ പോസിറ്റീവ് അല്ലാത്ത 2 ടൈറ്റിലുകൾ എന്തിനാണ് അങ്ങനെ കൊടുത്തത്? എന്നോട് ചോദിച്ചിട്ടല്ല അത് കൊടുത്തത്. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ നാളിതുവരെ അഭിമുഖീകരിച്ചതുപോലെ അഭിമുഖീകരിച്ചാൽ പോരാ എന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ. ഈ ഭാരതത്തിലെ പൊതുവായും കേരളത്തിലെ വിശേഷിച്ചുമുള്ള ദേശീയ ജനത, ദേശീയതയിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കരുത്തോടെ ശക്തമായി ചിലർക്കൊക്കെ കുറിക്കും മർമ്മത്തുമൊക്കെ കൊള്ളുന്ന വിധത്തിൽ നാം വർത്തമാനം പറഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഓരങ്ങളിലേക്ക് ചവിട്ടി ഒതുക്കി പിന്മാറാൻ ഇടമില്ലാതെ, പിന്മാറാൻ പിന്നെ അറബിക്കടൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ, അത് മാത്രമുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ നമ്മുടെ ഈ ആശയത്തെ, അതായത് ദേശീയതയുടെ, ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചല്ല പറയുന്നത്, കേരളത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ദുര്യോഗം അത്രയ്ക്ക് ഭയാനകമാണ്. ഇനിയെങ്കിലും ഉയരുകയും ഉണരുകയും ചെയ്ത്, സ്വാമിജി പറഞ്ഞതുപോലെ ഇനഫ് വിത്ത് യുവർ ടീയേഴ്സ്, മതി, ഇനി കരച്ചിൽ നിർത്ത്, എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങളുടെ കാലുകളിൽ, നിങ്ങളുടെ സ്വന്തം പാദങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക, മാറു വിരിച്ച് തല ഉയർത്തി ഫേസ് ദ ബ്രൂട്ട്. ഈ അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, ഞാനത് മലയാളത്തിലാക്കുമ്പോൾ ചിലർക്കൊരു ചെറിയ വിഷമം, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് തോന്നാം. ഈ ബ്രൂട്ടിനെ, ക്രൂരമായ ഈ മൃഗങ്ങളെ നേരിടുക തന്നെ ചെയ്യുക, തിരിഞ്ഞൊന്ന് നേരിടുക. അപ്പൊ ചിലപ്പോ ചിലർക്കൊക്കെ ഇങ്ങനെ പറയണമായിരുന്നോ എന്ന് തോന്നാം. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ദേശവിരുദ്ധമാകുന്നത്, അല്ലെങ്കിൽ ചില മാധ്യമങ്ങളെങ്കിലും എന്തുകൊണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ശരിയാണ്, അഫർമേറ്റീവായിട്ടാണ് ചില മാധ്യമങ്ങൾ ഇവിടെ ചെയ്തു പോരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ആ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് എന്ന് ശ്രീയുത് പണിക്കർ ചോദിച്ചപ്പോൾ
നിങ്ങൾ ചിലരെങ്കിലും ഉത്തരം പറയുമെന്ന് വിചാരിച്ചിരുന്നു. നിന്ദ്യമായ വിധത്തിലുള്ള വിദേശ രാഷ്ട്രങ്ങളോടുള്ള കൂറ് പോലും പുലർത്തുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതാണ് നമ്മൾ ദിവസവും പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങളോടുള്ള കൂറ് പ്രധാനമായ കാരണം ഈ രാഷ്ട്രത്തോടുള്ള വെറുപ്പാണ്. അതുകൊണ്ടാണല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ നമ്മൾ ചില പത്രങ്ങളിൽ വായിച്ചത്, ബംഗ്ലാദേശ് നമ്മളെക്കാൾ സാമ്പത്തികമായും ശാന്തിയുടെ കാര്യത്തിലും സമാധാനത്തിന്റെ കാര്യത്തിലും ഭക്ഷണ ലഭ്യതയുടെ കാര്യത്തിലും ഒക്കെ എത്രയോ മുന്നിലാണ് ആ സൂചികയിൽ. ഇത് വെണ്ടയ്ക്കാൻ നിരത്തിയ പത്രങ്ങളല്ലേ നമ്മളൊക്കെ വായിക്കുന്നത്? ഇത് അന്തിച്ചർച്ചയ്ക്ക് വിഷയമാക്കിയ ദൃശ്യമാധ്യമങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ ഭക്ഷ്യലഭ്യതയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ മുന്നിലാണെന്ന് പറയാനുള്ള ഒരു ജാതി, ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലായ്ക, അത് പുലർത്തുന്നവരല്ലേ മാധ്യമങ്ങൾ. അവരെ പിന്നെ എന്തു പേരിട്ടാ വിളിക്കുന്നത്? നിങ്ങളെ നന്നാക്കാനാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് എന്ന് പറയണോ? യു ആർ ദിസ്, ഇത് നീയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? ബംഗ്ലാദേശിനും ഈ പത്രത്തിൽ ഈ വാർത്ത വരുമ്പോ ബംഗ്ലാദേശിന്റെ ഢാക്കയിലെ തെരുവീഥികളിൽ അമ്മപെങ്ങന്മാരുടെ മാനം പരസ്യമായി പിച്ച് ചീന്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും കത്തിച്ച് കരിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യരാമാനം ഭാരതത്തിന്റെ സുരക്ഷിതത്വത്തിൽ അവിടുന്ന് ഭാരതത്തിലേക്ക് പോരേണ്ടി വന്നിരുന്നില്ല. അപ്പോഴാണ് ഇത് പറയുന്നത്. പക്ഷെ അപ്പോഴും നേരത്തോട് നേരത്തിന് ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് ഗോതമ്പ് കയറ്റുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഭക്ഷണ സാധനം കയറ്റി അയക്കുന്നത്, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥിതിയല്ല, അതിനു മുമ്പ് അപ്പോഴും ഇവിടുന്ന് ഭക്ഷ്യധാന്യം കൊടുത്തിരുന്നു. ശ്രീലങ്കയുടെ പട്ടിണി മാറ്റിക്കൊണ്ടിരുന്ന ആരാണ്? എന്നിട്ടും പറയുകയാണ് നമ്മൾ വളരെ താഴെയാണ്. സത്യത്തെ സത്യമായി പറയാൻ കഴിയാതെ മറ്റു രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പോലും നിലപാടെടുക്കുന്ന ഈ കൂട്ടർ അവർ തന്നെയാണ് ആവർത്തിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പ്രഫുൽജി മറ്റും സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ ദക്ഷിണ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ്, ഏറ്റവും കൂടുതൽ ഇൻകം റൈസ് ചെയ്യുന്നത്. ഭാരത സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം സ്വരുക്കൂട്ടുന്നത് ഏറ്റവും കൂടുതൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. ആ പണം ഉപയോഗിച്ച് മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് വഴിവിട്ട ചെലവ് നടത്തുകയാണ് എന്നുവരെ പറഞ്ഞു വയ്ക്കുന്നു. ഇതിനെ എന്തു പേരിട്ടാ വിളിക്കേണ്ടത്? ഇത് സത്യമാണോ? ഭാരതത്തിലെ ഈ സോ കോൾഡ് നോർത്ത് ഇന്ത്യൻ നഗരങ്ങൾ ചിലതുപോലും നമ്മളെക്കാൾ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്ന നഗരങ്ങളുണ്ട്. ഞാൻ പേരൊന്നും പറയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറു സംസ്ഥാനമുണ്ട്, ഒരു ചെറിയ സംസ്ഥാനം, ഗോവ പോലത്തെ സംസ്ഥാനം. അതിനെ എവിടെയാണ് പെടുത്തിയെന്നറിയില്ല. ഈ തെക്കും വടക്കും തമ്മിൽ തിരിയുന്നത് അവിടെ ഭരിക്കുന്ന ആളെ നോക്കിയിട്ടാണോ എന്നൊരു സംശയമുണ്ട്. ഭരിക്കുന്ന ആരാണ് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഗോവ വടക്കേന്ത്യൻ സംസ്ഥാനമാണ് ഇവരുടെ ഭാഷയിൽ. അവിടുത്തെ വരുമാനം എത്രയാണ്? യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ആ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് വഴിക്ക് നികത്താനാവാത്ത ഒരു വിടവ് സൃഷ്ടിക്കുക സംസ്ഥാനങ്ങൾക്കിടയിൽ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇപ്പൊ ഇന്ന് കാലത്ത് ഞാൻ ജന്മഭൂമിയിലും വേറൊരു ഭൂമിയിലും ഒരു ഫോട്ടോ കണ്ടു, രണ്ട് പത്രങ്ങളിൽ. നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ മുന്നിൽ, ഇന്നത്തെയാണോ ഇന്നത്തെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു സമ്മാനം കൊടുക്കുന്നു, ഒരു ഉപഹാരം കൊടുക്കുന്ന ചിത്രമാണ്. ജന്മഭൂമിയിൽ അത് എന്താ ഉപഹാരമെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ മറ്റേ ഭൂമിയിൽ എന്താ കൊടുക്കുന്നതെന്നില്ല. എന്താ കാരണം? പത്മനാഭസ്വാമിയുടെ പ്രതിമയാണ് കൊടുക്കുന്നത്. അത് ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിന് അത് എഴുതുക വരെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് ഓൾറെഡി ഇങ്ങനെ മാധ്യമങ്ങളെ കുറിച്ച് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് പറയാം. പ്രഫുൽജിക്ക് പറയാൻ പാടില്ലായിരിക്കാം, പക്ഷെ എനിക്ക് പറയാം. ബിക്കോസ് ഹി ഈസ് എ ജേർണലിസ്റ്റ്, സോ ഹി കോൺട്ട് സേ, ഹി കോൺട്ട് ക്രിറ്റിസൈസ് ഇറ്റ് ഡയറക്ട്ലി, ബട്ട് ഐ ക്യാൻ. എന്തുകൊണ്ടാണ് പത്മനാഭസ്വാമിയുടേതാണ് ഈ കൊടുത്ത രൂപം എന്ന് പറയാൻ പറ്റാത്തത്? ആരാണ് അവരെ നിയന്ത്രിക്കുന്നത്? ആരാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത്തരം അതിസൂക്ഷ്മമായ വിധത്തിൽ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ പെടാതെ വിട്ടുപോകുന്ന, ഞാൻ വായിച്ച എഡിഷനിലാണ് കേട്ടോ, ചിലപ്പോൾ മറ്റെഡിഷനുകളിൽ വേറെ ചിലരാണ് ന്യൂസ് എഴുതിയെങ്കിൽ, അടിക്കുറിപ്പ് എഴുതിയെങ്കിൽ ചിലപ്പോൾ അവിടെ പത്മനാഭസ്വാമിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ വേണ്ടിടത്ത് ഇത്തരത്തിലുള്ള ഒരു തരത്തിൽ പറഞ്ഞ ഒരു രീതിയിൽ അത് പറഞ്ഞാൽ വഞ്ചിക്കുന്ന,
വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുന്ന ആൾക്കാരെ ഇവരെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇവരുടെ എല്ലാം ശ്രമം, ഈ തരത്തിലുള്ള പരിശ്രമം ഭാരതത്തെ, ഞാൻ രാവിലെയും പറഞ്ഞതുപോലെ, ഭാരതത്തെ പല കഷണങ്ങളായി വേർതിരിക്കുക എന്നതാണ്. ഇവർക്ക് ആശയം പ്രദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമായാലും പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധികളായ വലിയ ബുദ്ധിജീവികളായാലും ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത ബിന്ദുവിലേക്ക് വരാം. ഒരു പ്രധാനപ്പെട്ട ചരിത്രകാരിയെ, നമ്മുടെ ശങ്കരകുട്ടി നായർ സാറൊന്നും അംഗീകരിക്കുന്ന ആളല്ല, എന്നാലും ഇന്ന് ഭാരതത്തിലൊരു ചരിത്രകാരി അല്ലെ ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേരാണ് പ്രൊഫസർ റൊമില ഥാപ്പർ. റൊമില ഥാപ്പറിനോട് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലൊരു അറിയപ്പെടുന്ന പത്രത്തിന്റെ പ്രതിനിധി ചോദിച്ചു ഒരു ചോദ്യം, മാഡം, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ആൻ ഇന്ത്യ ആഫ്റ്റർ 25 years, ഹൗ ഇറ്റ് വുഡ് ബി? എങ്ങനെയായിരിക്കും 25 വർഷം കഴിഞ്ഞുള്ള ഭാരതം എന്നൊരു ചോദ്യം ചോദിച്ചു. ഡു യു നോ വാട്ട് വാസ് ഹിസ് ആൻസർ? വാട്ട് വാസ് ഹർ ആൻസർ? അവർ പറഞ്ഞ ആൻസർ സാധാരണ പറയും, ഒരു പരിഹാസമുദ്ര ചുണ്ടിന്റെ കോണിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞ മറുപടി, ഇന്ത്യ, ഐ ഡോണ്ട് നോ വിച്ച് ഇന്ത്യ യു ആർ മെൻഷനിങ് അബൌട്ട്. സാധാരണ ഇവരുടെ ഒരു രീതിയാണ്, പ്രത്യേകിച്ച് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാരുടെ രീതി. അത് തലപ്പത്ത് മുതൽ താഴെ വരെയുള്ളവരോട് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഒന്ന് ചോദ്യം ചോദിക്കാൻ അനുവദിക്കില്ല, ഇനി ചോദിച്ചു പെട്ടുപോയി എന്നിരിക്കട്ടെ, അവർ തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, പിന്നെ അതിന്റെ ഉത്തരം പറയും. അതുപോലെയാണ് ഇവരും ചെയ്യുക. ഇവർ അക്കാഡമീഷ്യൻ ആണെന്നാണ് വയ്പ്. ഞാൻ അക്കാഡമിയയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, അതുകൊണ്ട് അതോട് കൂട്ടിച്ചേർക്കാണ്. ഐ ഡോണ്ട് നോ which India you are mentioning about. If you are mentioning about an India which is being kept as one with the help of the mighty army of yours, നിങ്ങളുടെ കരുത്താർന്ന ആർമിയെ ഉപയോഗിച്ച് ഒന്നാക്കി പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ അല്ല ഇതൊന്നും. അവിടെയാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്, പണ്ട് ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് അതിർത്തിയിൽ യുദ്ധം നടക്കുന്നത്. ഇങ്ങേരേത് നാട്ടുകാരനാണ് ഊവേ എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ ചോദിക്കേണ്ടി വരും. ഇവിടെ നിന്ന് ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ച് ഇവരുടെ ഒരു വലിയ നേതാവ് അന്ന് പറഞ്ഞാണ് ചൈനയെ ആക്രമിക്കുന്ന സമയത്ത് ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് അതിർത്തിയിൽ യുദ്ധം നടക്കുന്നത് എന്ന് പറഞ്ഞ ആളുടെ ശിഷ്യയായി ചരിത്രകാരി ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്? അത് ഈ കരുത്താർന്ന നിങ്ങളുടെ ആർമിയെ ഉപയോഗിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഭാരതമാണ് എങ്കിൽ ഞാൻ കരുതുന്നില്ല 25 വർഷം കഴിഞ്ഞാൽ അത് ഇതേപോലെ നിൽക്കുമെന്ന്. there will be 25 Indias. നോക്കൂ, എന്തുകൊണ്ടാണ് ബ്രിഡ്ജിങ് സൗത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്? ചില ആളുകൾക്കൊക്കെ സംശയം, ബ്രിഡ്ജിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് അല്ലേ, നിങ്ങൾ അംഗീകരിക്കുകയല്ലേ എന്തോ ഒരു വിടവ് വന്നു കഴിഞ്ഞു സുഹൃത്തെ. ഇവിടുത്തെ അറിയപ്പെടുന്ന വലിയ വലിയ അക്കാഡമീഷ്യൻസ്മാര് ഈ വിടവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അവരുടെ ഉള്ളിലെങ്കിലും ഈ വിടവുണ്ട്. അവർ പറയുകയാണ്, ഞാൻ സ്റ്റാലിന്റെ കൊട്ടേഷൻ പറഞ്ഞില്ലേ, ആ കുപ്രസിദ്ധമായ ലേഖനത്തെ കുറിച്ച് പറഞ്ഞില്ലേ 925 ഇത് പറഞ്ഞത് 25 4 വർഷം മുമ്പാ, ഒരു 4 വർഷം മുമ്പ് അവർ പറയുകയാണ്, there will be 25 Indias. അവരുടെ മനസ്സിലെ ആഗ്രഹമാണ്. 25 ടുക്കട 25 ടുക്കടേ ഹോങ്കെ. അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ പാവം ജെഎൻയുക്കാരെ രാവിലെയും കുറെ പറഞ്ഞു, പ്രഫുല്ലജി കുറച്ച് അവിടെ പോയെങ്കിലും നന്നായ ഒരാളാണെന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ, പരിചയപ്പെടുത്തുന്നു. ജെഎൻയുവിലെ കുട്ടികളെ എന്തിനാ നമ്മൾ വഴക്ക് പറയുന്നത്? ജെഎൻയുവിലെ കുട്ടികൾക്ക് ആരാണ് ഈ മുദ്രാവാക്യം എഴുതി കൊടുത്തത്? ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഭാരത് തേരെ ടുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന മുദ്രാവാക്യം എഴുതി കൊടുത്തത് ഈ 90 വയസ്സ് കഴിഞ്ഞ പ്രഗത്ഭമതിയായ പ്രൊഫസർമാരും ഈ അക്കാഡമിഷ്യൻസുമാണ്. ഇവരെ കുറിച്ചാണ് ചർച്ച ചെയ്തത് നമ്മൾ 2ാമത്തെ സെഷനിൽ. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത്? ഉദ്ദേശം വളരെ വ്യക്തമാണ്. ആശയപരമായി ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ, ഏകതയെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്താ അതിന്റെ കാരണം? ഏകതയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗോയിങ് ടു ദാറ്റ് പ്രമിസ്, യെസ് ഭാരത് ഈസ് വൺ, വൈ, എന്താണ് കാരണം എന്ന് ആരെങ്കിലും ചോദിക്കും. എന്തുകൊണ്ടാണ് ഭാരതം ഒന്നെന്ന് പറയുന്നത്? എന്താണ് ഈ അടിത്തറ, ഒന്നാക്കുന്ന അടിത്തറ ഏതാണ് എന്ന് ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഉത്തരം പറയേണ്ടി വരും. അത് ചില സന്ദർഭങ്ങളിലൊക്കെ അറിഞ്ഞോ അറിയാതെ ഇവരുടെയൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ. ഇപ്പൊ കാറൽ മാർക്സിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചില്ല. ഈ കാറൽ മാർക്സ് ഒരു ഘട്ടത്തിൽ
ഭാരതത്തിൽ സംഭവിച്ച ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചരിത്രം എഴുതുന്ന കൂട്ടത്തിൽ 1857 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇംഗ്ലീഷ് ലൈബ്രറിയുടെ വരാന്തയിലെ ചാരികസേലയിൽ കിടന്ന്, ഭാരതത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല അദ്ദേഹം. അതേപോലെ രാവിലെ പറയുമ്പോൾ മാക്സ് മുള്ളർ ഭാരതത്തിൽ വന്നു എന്നാരോ പറഞ്ഞതായിട്ട് തോന്നി. മാക്സ് മുള്ളർ ഭാരതത്തിൽ വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇവരൊക്കെ ഭാരതത്തെക്കുറിച്ച് കുറേയധികം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ഭാരതത്തിൽ വന്നിട്ടില്ല. ജെയിംസ് മിൽ ചരിത്രം എഴുതിയതിനെ കുറിച്ച് പറഞ്ഞു. ജെയിംസ് മിൽ തന്റെ ക്വാളിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ ടു റൈറ്റ് സച്ച് ആൻ ഒബ്ജക്റ്റീവ് ക്രിട്ടിക്കൽ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഫോർവേഡ് ഈ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ. ചാക്കോട്ടി സാറൊക്കെ ഇരിക്കുമ്പോൾ ചരിത്രം പറയുന്നത്ര ശരിയല്ല, എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഈസ് ഞാൻ ഈ ഭാരതത്തിൽ പോയിട്ടേ ഇല്ല, ഭാരതത്തിൽ ഞാൻ പോയിട്ടില്ല എന്നതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, ഭാരതത്തിലെ ഒരു ഭാഷയും എനിക്കറിയില്ല. കൊയ് ബേക്കൂഫി ഭാഷ, സംസ്കൃത് സെ ലേക്കർ മലയാളം തക്, right from Sanskrit to Malayalam, I don't know not even a single Bharatiya Bhasha Indian language. That's my qualification. Okay, കാർൽ മാർക്സും ഏതാണ്ട് ഇതേപോലെ ഭാരതത്തെക്കുറിച്ച് ഒരുപിടി എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 857 കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കൊക്കെ ഈ കള്ളങ്ങൾ കുറേയധികം എഴുതി കഴിയുമ്പോൾ അറിയാതെ സത്യം പുറത്തു വരും. ജവഹർലാൽ നെഹ്റുവും സത്യമൊക്കെ എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി എഴുതുന്ന സമയത്ത് ഹിന്ദുയിസം എന്ന് പറയുന്നത് സാധാരണ മതങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മതമല്ല, അതൊരു പ്രത്യേകതരയാർന്ന മതമാണ്. ചാർവാകനെ പോലും കെട്ടിപ്പുണരുന്ന, മക്കൾ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും മക്കളെ ആ വേണ്ടാന്നുള്ള പറച്ചിലിനെ അവഗണിച്ചുകൊണ്ട് കെട്ടിപ്പുണരുന്ന അമ്മയാണ് ഹിന്ദുത്വം എന്നൊക്കെ എഴുതുന്ന സത്യം. ഞാൻ പറഞ്ഞല്ലോ, എത്ര അമർത്താൻ ശ്രമിച്ചാലും ഇത് പുറത്തേക്ക് വരും. അങ്ങനെ ഒന്നാണ് ഇന്നലെ സംഭവിച്ചത്. നരേന്ദ്രമോദിയെ കാണാൻ പോകുമ്പോൾ കേരളത്തിന്റെ പ്രതീകം കൊണ്ടുപോകണമല്ലോ. കേരളത്തിന്റെ പ്രതീകം അരിവാൾ ചുറ്റിക നക്ഷത്രമല്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പത്മനാഭസ്വാമിയുടെ പ്രതിമയെ കൊണ്ടുപോയത്. ഇതേപോലെ അറിഞ്ഞോ അറിയാതെയോ പുറത്തു വരും. അങ്ങനെ പുറത്തു വന്ന ഒരു സത്യത്തെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. ഭാരതത്തിലേക്ക് നടന്ന ആക്രമണങ്ങൾ അദ്ദേഹം എഴുതുന്നു, ഐ കോട്ട്, Arabs, Tartars, Turks, Afghans who successfully overran India were soon Hinduized according to the eternal law of history. Unquote. ഭാരതത്തിലേക്ക് നടന്ന അറബികളുടെ, താർത്താരികളുടെ, തുർക്കികളുടെ ഒക്കെ ആക്രമണങ്ങളെ പരിശോധിക്കുമ്പോൾ അവർ ബർബര സംസ്കാരത്തിന്റെ ഉടമസ്ഥരായിരുന്നു എന്നുള്ള സത്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് അവർ ബർബര, അതായത് ഒരല്പം പ്രാകൃത സംസ്കാരത്തിന്റെ ഉടമസ്ഥന്മാരായിരുന്നു. അവർ ആക്രമിച്ച് താൽക്കാലികമായ ഭരണം പിടിച്ചെടുത്തു. പക്ഷേ ഭരണീയരുടെ സംസ്കാരം, ആരാത്? ഭാരതീയർ ഭരണീയരാണ്, റൂൾഡ്. ഈ ചരിത്രത്തിന്റെ ചിരന്തനമായ നിയമം എന്താണ്? ആ ചരിത്രത്തിന്റെ ചിരന്തനമായ നിയമം, എറ്റേണൽ ലോ ഓഫ് ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, ഭരണീയരുടെയാണോ ഭരണക്കാരുടെയാണോ സംസ്കാരം നിലനിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠ സംസ്കാരമാണ് നിലനിൽക്കുക എന്നൊരു നിയമമുണ്ട്. ആ നിയമം വെച്ച് ഭാരത് വാസ് ഹിന്ദുവൈസ്ഡ് അക്കോർഡിംഗ് ടു ദ എറ്റേണൽ ലോ ഓഫ് ഹിസ്റ്ററി. ഭാരതം ഹൈന്ദവവൽക്കരിക്കപ്പെട്ടു എന്ന് കാർൽ മാർക്സ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏകതയുടെ, സാംസ്കാരിക ഗരിമയുടെ അടിസ്ഥാനം എന്താണ്, നിർവചനം എന്താണ്, ഒറ്റവാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു എന്ന് മാത്രമാണ്. ഈ ഹിന്ദുയിസ്റ്റ് എന്നുള്ള വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു പോകാതിരിക്കരുത് എന്ന ഉദ്ദേശത്തോടെ പ്രോഗ്രസ് പബ്ലിഷേഴ്സ്, ഇത് പബ്ലിഷ് ചെയ്ത പുസ്തക കമ്പനി ഒരു നല്ല കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഹിന്ദുയിസ്റ്റ് എന്നുള്ളത് ഇറ്റാലിക്സിലായിട്ടിരിക്കുന്നു. ഇറ്റാലിക്സിൽ നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഹിന്ദു എന്ന ഒരു ഭാരതീയ ഭാഷ കൂടി അതിനകത്തുള്ളത് കൊണ്ടാവാം, അറിയില്ല. പക്ഷെ ഇതിൽ വിചിത്രമായൊരു വസ്തുത, കേരളത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിഡ്ജിങ് സൗത്ത് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ അതിന്റെ ട്രാൻസ്ലേഷനിലേക്ക് വരികയാണ്. ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് കുശാഗ്ര ബുദ്ധിയോ ബുദ്ധിരാക്ഷസനോ രാക്ഷസ ബുദ്ധിയോ ഒക്കെ ആയിട്ടുള്ള കേരളത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എല്ലാമാണ്, ചരിത്രകാരനാണ്, ഫിസിസിസ്റ്റാണ്, കെമിസ്റ്റാണ്, എല്ലാമാണ്. എല്ലാത്തിനെ കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹമാണ് പറഞ്ഞത്. കുമാരനാശൻ കവിയാണോ കവി അല്ലേ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം സാഹിത്യ വിമർശനം നടത്തുമ്പോൾ അദ്ദേഹം മാത്രമാണ്, ഞാൻ ആരെയാ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം ചരിത്രം എഴുതിയാൽ അത് ചരിത്രകാരനാണ്. എന്നാൽ RC മജുംദാറിനെ ഒരു ചരിത്രകാരനായി അംഗീകരിക്കില്ല. ജാദുനാഥ് സർക്കാരിനെ ഒരു ചരിത്രകാരനായി അംഗീകരിക്കില്ല. വീര സവർക്കർ ചരിത്രം എഴുതിയാലും അത് ചരിത്രമല്ല. എന്നാൽ EMS നമ്പൂതിരിപ്പാട് എഴുതിയാൽ ചരിത്രമാണ്. ഇതാണ് ഒരു വിചിത്രമായ കട്ടിങ് മനസ്ഥിതി. നേരത്തെ പറഞ്ഞ പലതല കട്ടിങ്ങുകളാണ് ഈ ചരിത്രത്തിൽ ഇവർ കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ പരിപാടി നടത്തിയപ്പോൾ
അതിനെക്കുറിച്ച് വിമർശനം ശക്തമായി ഉയർന്നപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ഈ കട്ടിങ് ചായ എന്ന് പറയുന്നത് പോലെ പറഞ്ഞു എന്ന് മാത്രമല്ല, ബോംബെയിലൊക്കെ കട്ടിങ് ടീ കിട്ടും, അതായത് ഫുൾ ടീ അല്ല ഹാഫ് ടീക്ക് കട്ടിങ് ചായ എന്നാണ് അവിടെ പറയത്രേ. ഇങ്ങനെ പുതിയ വിവരങ്ങളൊക്കെ ഇവർ തന്നു. ഇരിക്കട്ടെ, ഇവരിങ്ങനെ കട്ടിങ് നടത്തുന്ന കൂട്ടത്തിൽ തർജ്ജമകളിലും കട്ടിങ് നടത്താറുണ്ട്. ഇദ്ദേഹം തർജ്ജമ ചെയ്യുമ്പോൾ ഈ പുസ്തകം അറബികൾ, താർത്താരികൾ, തുർക്കികൾ, അസംസ്കൃത ഈ വിഭാഗക്കാർ ഭാരതത്തിലേക്ക് എത്തി താൽക്കാലികമായ ആധിപത്യം നേടിയെങ്കിലും ചരിത്രത്തിന്റെ ചിരന്തനമായ നിയമത്തെ അനുസരിച്ചു കൊണ്ട് എന്ന് പറഞ്ഞ് നിർത്തി. എന്താ പറയുക, തുടർച്ചയായി ട്രാൻസ്ലേറ്റ് ചെയ്തു പോന്ന ഈ മഹാന് അടുത്ത വാക്കിന്റെ ശരിയായ മലയാളം കിട്ടാൻ ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഹിന്ദുവൈസ്ഡ് എന്ന് പറഞ്ഞ വാക്കിനെ നിങ്ങളിൽ ആരും, നിങ്ങളൊന്നും വലിയ ട്രാൻസ്ലേറ്റേഴ്സ് അല്ലാത്തവരും ഉണ്ടല്ലോ ഇതിനകത്ത്, നല്ല ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അല്ലാത്തവർ പോലും 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ച ഒരാള് ഹിന്ദുവൈസ്ഡിന്റെ മലയാളം എന്താണ്? ഹൈന്ദവൽക്കരിക്കുക എന്നല്ലേ? വേറെ ഏതെങ്കിലും ഉണ്ടോ? പക്ഷേ ഇതെഴുതിയാൽ അപകടമാണ് എന്ന് മനസ്സിലായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഞാനത് കണക്ട് ചെയ്യാണ്. എന്താണ് ഏകതയുടെ അടിത്തറ എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഉത്തരവുണ്ട്. അത് ഭാരതത്തിന്റെ തനത് സംസ്കാരമായ സനാതന സംസ്കൃതിയാണ്, അതിന്റെ മറുപേരായ ഹിന്ദു സംസ്കൃതിയാണ് എന്ന വസ്തുതയെ അംഗീകരിക്കേണ്ടി വരും എന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം, ആ പുസ്തകം നിങ്ങൾ ഇപ്പോഴും ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. ഇതൊക്കെ നിലനിൽക്കുന്ന തെളിവുകളാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ എഴുതിയത് ഇന്ത്യാവൽക്കരിക്കുക എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഹിന്ദുവും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടും ഒന്നാണ്. പക്ഷേ ശുദ്ധമായ പച്ചമലയാളത്തിൽ തർജ്ജമ ചെയ്യാമെന്നിരിക്കെ ആംഗലവൽക്കരിക്കപ്പെട്ട മലയാളത്തിൽ എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? അവിടെയാണ് ഈ മനസ്സിന്റെ വളരെയധികം നീചമായ കേരള വിരുദ്ധ, ഭാരത വിരുദ്ധ മനോഭാവത്തെ നാം കാണേണ്ടത്. സാധാരണ ട്രാൻസ്ലേഷന്റെ ഒരു സാമാന്യ നിയമം എന്താ? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഷുഡ് റീബൗണ്ട്. നമ്മൾ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് ഒരു വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ വാക്കിനെ ഈ മാതൃഭാഷയിലേക്ക് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് കിട്ടണം. കിട്ടുമോ ഇവിടെ? ഇന്ത്യാവൽക്കരിക്കുക എന്ന മലയാളം വാക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറഞ്ഞാൽ ഇന്ത്യനൈസ്ഡ് എന്നേ ആക്കുള്ളൂ. അത് ഹിന്ദുവൈസ്ഡ് എന്നാക്കില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഭാരതത്തിന്റെ ഈ ഏകത്വം, സമുദ്രപര്യന്ത ഏകരാട് എന്ന് സങ്കല്പിക്കുമ്പോൾ ആ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭുശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത എന്നൊക്കെ പറയുമ്പോൾ സിന്ധു നദി മുതൽ സിന്ധു മഹാസാഗരം വരെ പരന്നു കിടക്കുന്ന ഭാരതഭൂമിയെ പുണ്യഭൂമി, മാതൃഭൂമി, പൂർവികന്മാരുടെ ഭൂമി എന്ന് കരുതി ആദരിക്കുന്നവരെ ഈ പേരിട്ട് വിളിക്കുമ്പോൾ അതാണ് ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ ഏകത്വത്തിന്റെ കാരണം. ഒന്നുകൂടി മനസ്സിലാക്കുക, ഇത് മതപരമല്ല, ഒരർത്ഥത്തിൽ മതാതീതമോ മതോത്തരമോ ആയ ഒരു വസ്തുതയാണ്. മതത്തിനും അപ്പുറത്ത് നമ്മുടെ വ്യക്തിപരമായ ആരാധന, ഉപാസന പദ്ധതിക്ക് അതീതമായി നിൽക്കുന്ന ഒരു സത്യമാണ് ഈ ഹിന്ദുത്വം, ഈ സനാതന സംസ്കൃതി. അതിനെ നമുക്ക് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. ഇതിനോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഭാരതത്തിന്റെ ഏകതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി സ്വജീവിതം സമർപ്പിച്ചിട്ടുള്ള മഹാന്മാരായ നമ്മുടെ പൂർവികന്മാര് ഈ ഭാരതത്തിന്റെ ഏകത്വത്തെ എങ്ങനെയാണ് കണ്ടത് എന്നതാണ്. രാവിലെയും നമ്മൾ ഒട്ടേറെ അത്തരം ഉദാഹരണങ്ങൾ കേട്ടുകഴിഞ്ഞു. ഈ കേട്ടുകഴിഞ്ഞ വസ്തുതയെ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. 1-2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിച്ചുകൊള്ളാം. നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാമായിരിക്കാം. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ഭാരതത്തിന്റെ ഐക്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഭാരതത്തിന്റെ സ്ഥിരവും ശാന്തിപൂർണവുമായ ഭാവിക്ക് മതകലഹമില്ലാതെ ഭാരതത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊന്നിനെ ആശ്രയിക്കണം എന്ന് ടാഗോർ എന്താ പറഞ്ഞിട്ടുള്ളത്? ടാഗോർ ആണല്ലോ പലപ്പോഴും ഈ നാഷണലിസത്തിന്റെ എതിരാളിയായി ഇവരൊക്കെ ചിത്രീകരിക്കാറുള്ളത്. അദ്ദേഹം നാഷണലിസത്തെ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വിശ്വമാനവികനായിരുന്നു. പക്ഷെ വിശ്വമാനവികതയെക്കുറിച്ച് ടാഗോർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ആ വിശ്വമാനവികതയുടെ അടിത്തറയായി അദ്ദേഹം എന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നത് സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെ തന്നെയാണ്. സങ്കുചിത രാഷ്ട്രവാദത്തെ അദ്ദേഹം എതിർത്തിട്ടുണ്ടാവും, ഇസത്തെ എതിർത്തിട്ടുണ്ടാവും. പക്ഷെ രാഷ്ട്രമെന്ന കൺസെപ്റ്റിനെ, അതിന്റെ അടിത്തറയായ ഏകത്വത്തിന്റെ കാരണമായിട്ടുള്ള സനാതന സംസ്കൃതിയെ അദ്ദേഹം എതിർത്തിട്ടില്ല. നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെ വായിച്ചിരിക്കാൻ തീർച്ചയായും ഇടയുള്ള ഒരു പുസ്തകമാണ് സ്വദേശി സമാജ് എന്ന ടാഗോറിന്റെ പ്രസിദ്ധമായ ഗദ്യകൃതി.
ടാഗോറിന്റെ പദ്യകൃതികൾ എല്ലാം തന്നെ പ്രസിദ്ധങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗദ്യകൃതികളുടെ കൂട്ടത്തിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയാവുന്നത് സ്വദേശി സമാജാണ്. ആ സ്വദേശി സമാജിൽ വ്യത്യസ്തതകളെക്കുറിച്ച്, വ്യതിരിക്തതകളെക്കുറിച്ച്, ഈ രാഷ്ട്രത്തിന്റെ വ്യത്യസ്ത അസ്തിത്വങ്ങളെക്കുറിച്ച് പറയുകയും അതിനോടൊപ്പം തന്നെ ഈ വ്യത്യസ്തതകളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് ടാഗോർ വിശദീകരിക്കുന്ന ഒരു 2-3 ലൈൻ മാത്രം ഞാനിവിടെ ഉദ്ധരിക്കാം. I am quoting: to feel unity in diversity, to establish unity amidst variety, that is the underlying dharma of Bharat. Bharat does not regard difference as hostility. She does not regard the other as enemy. Adaro, otherismo ഭാരതീയ ധർമ്മത്തിലില്ല. ആരും അന്യരല്ല ഇവിടെ. ആ അന്യരെന്ന് കണക്കാക്കപ്പെടുന്നവരെ പോലും ശത്രുക്കളായിട്ട് നമ്മൾ കാണുന്നില്ല. That's why without hostility she does not, that's why without sacrifice of destruction she wants to accommodate everybody within one great system. That is why she accepts all ways and sees the greatness of each in its own sphere. ഭാരതം എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നതാണ്, എല്ലാറ്റിനെയും ഒന്നാക്കി നിർത്തുന്നതാണ്. ഇനിയുള്ള വരികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Because of this virtue in Bharat we shall not get frightened considering any society as our enemy. ശത്രുക്കളായിട്ട് നമ്മൾ കാണുന്നില്ല. Each fresh conflict will enable us to expand ourselves. ടാഗോറിന്റെ ഈ കൊട്ടേഷൻ ഇതിലിരിക്കുന്ന ചിലരെങ്കിലും പലവരും കേട്ടിട്ടുണ്ടാവാം. ഞാനിവിടെ ഇത് ആവർത്തിക്കുന്നതിന്റെ കാരണം നമ്മൾ ഈ പരിപാടി എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ്. We are considering each conflict. It will enable us to expand ourselves. നമുക്ക് വികസിക്കാൻ വേണ്ടി കൂടിയാണ്. ഇതാണ് ഒരു ഉത്തരം. അടുത്ത സെന്റൻസ് നോക്കൂ. The Hindu, the Buddhist, the Muslim and the Christian will not fight each other and die in Bharat. Here they will find a meeting point. That meeting point will not be non-Hindu but very specifically Hindu. Unquote. നോക്കൂ, ഈ അവസാനത്തിൽ നിന്ന് തൊട്ടു മുമ്പുള്ള വരിയിൽ അദ്ദേഹം ഒരു ഹിന്ദു എന്നുള്ള പ്രയോഗം നടത്തുന്നുണ്ട്. എത്ര അർത്ഥവത്തായിട്ടാണ് പ്രയോഗം നോക്കൂ. The Hindu, the Buddhist, the Muslim and the Christian will not fight each other and end or die in Bharat. ഭാരതത്തിൽ മരിക്കില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ തല്ലി മരിക്കില്ല. Here they will find a meeting point. ഒരു യോജിപ്പിന്റെ ബിന്ദു, ഒരു യോഗ ബിന്ദു അവർ കണ്ടെത്തും. That meeting point will not be non-Hindu. 2 നെഗറ്റീവുകളെ പ്രയോഗിച്ചിരിക്കുകയാണ്. Will not be non-Hindu. അത് അഹിന്ദു ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാധാരണ ഭാഷ വ്യാകരണം അറിയുന്നവർക്കറിയാം. ഒരു കവി എന്ന നിലയിൽ വീണ്ടും വാക്കുകൾ ഉപയോഗിക്കുന്നത് കവിയുടെ ലക്ഷണത്തിനൊത്തതല്ല. കവി വാക്കുകൾ കുറച്ച് ഉപയോഗിക്കണം. ടാഗോറിനെ പോലൊരു കവിക്ക് ആ നിയമം അറിയാത്തതല്ല. പക്ഷെ അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. വിൽ നോട്ട് ബി നോൺ ഹിന്ദു എന്ന് പ്രയോഗിച്ചിട്ട് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, ബട്ട് വെരി സ്പെസിഫിക്കലി ഹിന്ദു. അപ്പൊ ഈ രണ്ടാമത്തെ ഹിന്ദു ആദ്യത്തെ ഹിന്ദുവും രണ്ടാണ്. ആദ്യത്തെ ഹിന്ദു റിലീജിയസ് ഹിന്ദുവിനെ ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഹിന്ദു സനാതന ധർമ്മം അഥവാ ഈ രാഷ്ട്രത്തിന്റെ ദേശീയ ആശയം, ദേശീയ ആദർശം, നമ്മളെ ഒരുമിപ്പിക്കുന്ന മഹത്തായ ശക്തിവിശേഷം, തത്വം, അതിനെയാണ് ടാഗോർ ഇവിടെ സ്പെസിഫിക്കലി ഹിന്ദു എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ ഈ സംഘർഷമോ വേർതിരിവുകളോ പരസ്പരമുള്ള യുദ്ധം ചെയ്യലോ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ we have to find out, we have to identify, we have to invest ourselves, surrender ourselves before that great principle ഹിന്ദുത്വ. ഹിന്ദു എന്ന തത്വത്തിന്റെ മുമ്പിലേക്ക് വന്നാലേ മതിയാവുകയുള്ളൂ. നമ്മൾ ബ്രിഡ്ജിങ് സൗത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അടിത്തറ? ഈ ബ്രിഡ്ജിന്റെ അത് സിമെന്റും കമ്പിയും ഒക്കെ ഉപയോഗിച്ച് പണിയുന്ന ഒന്നല്ല എന്ന് ഞാൻ രാവിലെ പറഞ്ഞതൊരു മെറ്റഫോറാണ്. ആ ഒരു രൂപകത്തിന്റെ അടിത്തറ എന്താണ്? യാതൊരു സംശയത്തിനും അവകാശമില്ല, അത് ഹിന്ദുത്വമാണ്. അതിനെ തിരിച്ചറിയുകയും മുന്നോട്ട് പോവുകയും ആണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം ഈ രാഷ്ട്രമെന്ന് പറയുന്നത് അത് ഒരു, നമ്മുടെ ഇവിടെ തന്നെ ഒരു പഴയ സിനിമാ പാട്ടിൽ പറഞ്ഞു, ഇതൊരു ഒരു പിടി മണ്ണല്ല, ഇത് വെറും ഒരു പിടി മണ്ണല്ല, ഇത് ഡിവിനിറ്റി, ദിവ്യത മൃണ്മയ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദിവ്യത, ദേവത മണ്ണിന്റെ രൂപം, ഭൂമിയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്.
അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അത് സനാതന ധർമ്മം തന്നെയാണ്. ഇതിനെ തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മഹാത്മാക്കൾ, ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തിയ മഹാത്മാക്കൾ എല്ലാവരും അത് തന്നെയായിരുന്നു. ഗുരു ഗോവിന്ദ സിംഹന്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം, ഗുരു ഗോവിന്ദ സിംഹൻ ആ പ്രസിദ്ധമായ 1699 വൈശാഖി ദിനത്തിൽ ഭാരതത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയ കരുത്താർന്ന ഒരു മീറ്റിംഗ് പോയിന്റ് കണ്ടെത്തി. അതിനെയാണല്ലോ സിഖ് ധർമ്മം, ഖൽസ പന്ത് എന്നൊക്കെ പറയുന്നത്. ആ ഖൽസ പന്തിന്റെ ശക്തമായ തുടക്കം നടത്തിയ ആ വൈശാഖി ദിനത്തിൽ നടന്ന ആ ചടങ്ങിനെ കുറിച്ചും, ഖൽസ പന്തിലേക്ക് പഞ്ചപ്യാരെ, ആദ്യത്തെ 5 സുഹൃത്തുക്കളായി ഗുരു ഗോവിന്ദ സിംഹനോടൊപ്പം ചേർന്നത് ആര് എന്നും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ ആ ചടങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. ഗുരു ഗോവിന്ദ സിംഹൻ ആവശ്യപ്പെടുകയാണ് വലിയ സമാജത്തിന്റെ മുമ്പിൽ, രാഷ്ട്രത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, അമ്മയ്ക്ക് മുമ്പിൽ, ദേവിക്ക് മുമ്പിൽ സ്വന്തം തല അറുത്തു കൊടുക്കാൻ, ബലി കൊടുക്കാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരൂ എന്നാവശ്യപ്പെടുക. ആ സമയത്ത് 5 പേര് 5 ഘട്ടങ്ങളിലായി, ഒന്നിനു പിറകെ ഒന്നായി മുന്നോട്ട് വരുന്നുണ്ട്. ആ മുന്നോട്ട് വന്നവർ ആരൊക്കെയായിരുന്നു? ഒന്നാമതൊരു ഭായി ദയാസിംഗ്. ആ ഭായി ദയാസിംഗ് സിയാൽകോട്ട്, ഇന്നത്തെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽപ്പെട്ട ആളാണ്. അയാളുടെ തലയറുത്തു, ചോര ഒഴുകി. ആ ചോര പുരണ്ട ഖഡ്ഗവുമായി ഗുരു ഗോവിന്ദ സിംഹൻ പുറത്തേക്ക് വന്ന സദസ്സിനോടായിട്ട് പറഞ്ഞു, ഒരാളുടെ രക്തം കൊണ്ട്, ഒരാളുടെ ശിരസ് കൊണ്ട് അമ്മ തൃപ്തിയായിട്ടില്ല, ഇനിയും വേണം എന്ന്. അപ്പോഴാണ് ഭായി ധരം സിംഗ്, എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് ഈ സ്ഥലമൊക്കെ പറയുന്നത്? ഭാരതത്തിന്റെ ഏകതയെക്കുറിച്ചുള്ള ഒരു മഹത്തായ സങ്കല്പമാണ് അവിടെ പുറത്തു വരുന്നത്. മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിലെ ഹസ്തിനാപുരത്തിലെ ഭായി ധരം സിംഗ്, അവിടെയും ചോരയൊഴുകി, ആർത്തട്ടഹാസം കേട്ടു, വീണ്ടും പുറത്തേക്ക് വന്നു. ഒരു ദുർഗയുടെ രൂപഭാവം പകർന്നുകൊണ്ട് ഗുരു ഗോവിന്ദ സിംഹൻ വീണ്ടും അലറി, തൃപ്തിയായിട്ടില്ല അമ്മ, വീണ്ടും വേണം തല. അപ്പോഴാണ് ഭായി ഹിമ്മത് സിംഗ്, മുമ്പേ പോയ 2 പേരുടെയും തലയറുത്തു എന്ന ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും ഹിമ്മത് സിംഗ് തയ്യാറായിട്ട് ചെല്ലാണ്. അയാൾ എഴുത്തുകാരനാണ്. ഒറീസയിലെ പുരി നോക്കൂ, ആദ്യത്തേത് സിയാൽകോട്ട്, പിന്നെ ഉത്തർപ്രദേശ്, പിന്നെ തെക്കോട്ട് വന്ന് തെക്ക് കിഴക്കൻ മേഖലയില് ഒറീസയിലെ പുരി. രാഷ്ട്രത്തിന്റെ ഏകത സാധ്യമാക്കാൻ വേണ്ടി ഗുരു ഗോവിന്ദ സിംഹൻ എന്താ ചെയ്തതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ. തൃപ്തിയായില്ല അമ്മ, വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് മൊഹക്കം സിംഗ്, ഭായി മൊഹക്കം സിംഗ് എന്ന് പറയുന്നതായ പടയാളി മുന്നോട്ട് വന്നു. അദ്ദേഹം എഴുത്തുകാരനാണ്. നേരെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലെ ഭേഡ്വാരകയിൽപ്പെട്ട ഒരു യുവാവ്. അതുകൊണ്ടും തൃപ്തിയായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശരിയായ ധീരൻ, 4 പേരുടെ മരണം കൺമുമ്പിൽ കണ്ടില്ലെങ്കിലും അലർച്ചയും ചോരയൊഴുക്കെങ്കിലും കണ്ടു. അപ്പോ അതൊക്കെ കണ്ടതിന് ശേഷം യഥാർത്ഥ ധീരൻ ദക്ഷിണ ഭാരതം എന്നുള്ള പ്രയോഗം ശരിയല്ലെങ്കിലും ഭാരതത്തിന്റെ തെക്കൻ ഭാഗത്ത് നിന്നുള്ള ഭായി സാഹിബ് സിംഗ് എഴുന്നേറ്റു, ധീരനായിട്ട് നടന്നു എന്ന്. അദ്ദേഹത്തെ കൊണ്ട് ദേവിയുടെ ശ്രീകോവിലിനുള്ളിലേക്ക് കടന്നു. പിന്നെ പുറത്തേക്ക് വന്നത് ഈ 5 പേരെയും കൊണ്ടാണ്. ആരെയും കൊന്നിരുന്നില്ല ഗുരു ഗോവിന്ദ സിംഹൻ. അത് കഥ, അത് ചരിത്രം. പക്ഷേ ഈ 5 പേരെ തെരഞ്ഞെടുത്തത് 5 പേരും പഞ്ചാബിലെ അമൃതസറിലെ സുവർണ മന്ദിരത്തിന്റെ ചുറ്റുവട്ടത്തുള്ള 5 പേരല്ല. അവർ ഈ ഭാരതത്തിന്റെ മുഴുവൻ. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പറഞ്ഞത് സിഖ് ധർമ്മം എന്നത്. ഇന്ന് കാനഡ കേന്ദ്രീകരിച്ച് ഖാലിസ്ഥാൻവാദികൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നരേറ്റീവ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ആ നിലക്കുള്ള പിന്തുണ പലഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. മുഴുവൻ ഭാരതത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് സിഖ് ധർമ്മമെന്നും ആ സിഖ് ധർമ്മം എന്നത് ഹിന്ദുസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തുയർത്തപ്പെട്ട പടവാളാണ് എന്നും പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഇതാണ് അടിത്തറ, രാഷ്ട്രത്തിന്റെ ഏകതയുടെ അടിത്തറ ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വലിയ വൈചാരിക യുദ്ധം തന്നെ, യുദ്ധം എന്നുള്ള പ്രയോഗം ചിലർ അംഗീകരിക്കാം, ചിലർ അംഗീകരിക്കാതിരിക്കാം. പക്ഷെ വൺ തിങ് യു ഹാവ് ടു എഗ്രി ദാറ്റ് ദർ ഈസ് എ നരേറ്റീവ് വാർ, ദർ ഈസ് എൻ ഇന്റലക്ച്വൽ വാർ ഗോയിങ് ഓൺ അഗൈൻസ്റ്റ് യു ആൻഡ് മീ, എസ്പെഷ്യലി അവർ നേഷൻ ഈസ് കൺഫ്രണ്ടിങ് വിത്ത് സച്ച് ആൻ അറ്റാക്ക്. ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ തക്കതായ മറുപടി കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഭാരതത്തിലെ ഈ വിഘടനകാരികളായിട്ടുള്ള ശക്തികൾ അതെല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് നമ്മളുള്ളത്. ആ ശക്തികളെല്ലാം തന്നെ അതിൽ ഭീകരമായ മതമൗലികവാദികളായ ഇസ്ലാമിക ഭീകരവാദികളുണ്ട്. മതപരിവർത്തനത്തിലൂടെ ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കാൻ മോഹിക്കുന്ന ഇവാഞ്ചലൈസിംഗ് ഫോഴ്സ് ഉണ്ട്. കമ്മ്യൂണിസത്തിന്റെ പുതിയ രൂപം, വോക്കിസത്തിന്റെയും കൾച്ചറൽ മാർക്സിസത്തിന്റെയും പുതിയ രൂപം ഭവർന്നെത്തിയിരിക്കുന്ന
രാഷ്ട്രവിരുദ്ധ ഇടതു പ്രത്യയശാസ്ത്രമുണ്ട്. ഇവർക്കെല്ലാം സമയാസമയങ്ങളിൽ പണം കൊടുത്ത് സഹായിക്കാൻ വേണ്ടി മറ്റൊരു ഭീകര ശക്തിയും ഈ കാലഘട്ടത്തിന്റെ പ്രതിനിധിയായി ഉയർന്നു വന്നിട്ടുണ്ട്. ഗ്ലോബൽ ട്രേഡ് ഫോഴ്സസ്, ഗ്ലോബൽ ഫോഴ്സസ്, വ്യാപാര ശക്തികൾ. അവരുടെ ഒരു നേതാവിന്റെ പേരാണ് നേരത്തെ ഇവിടെ ശ്രീജിത് പണിക്കരോടുള്ള ചോദ്യത്തിന്റെ ഇടയിൽ ആരോ പറഞ്ഞു, പിന്നെ ശ്രീജിത് പണിക്കർ അയാളെ കുറിച്ച് പറഞ്ഞു, ജോർജ് സോറോസ്. അതൊരു പ്രതിനിധിയാണ്, ഒരു പ്രതീകമാണ്. ഇതേപോലൊരു വലിയ ഫൗണ്ടേഷൻ, ടൈംസിന്റെയും മറ്റും സ്ഥാപകനായിരുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഹെൻറി ലീവ്സ്, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. ഇതേപോലെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രവിരുദ്ധ നരേറ്റീവുകൾ, കേരളം വേറെയാകണമെന്ന്, തമിഴ്നാട് വേറെയാകണമെന്ന വാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതം വേറിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്റ്റഫർ ജഫർലോട്ടിനെ പോലുള്ള ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളുണ്ട്. ഇവരെല്ലാവരും ഒരേപോലെ ആക്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് ടാർഗറ്റായി, അതിന് ഒട്ടനവധി ഘടകങ്ങളുണ്ട് സോഫ്റ്റ് ടാർഗറ്റ് ആവാൻ. ഒരു മൃദു ഉന്നമായി കേരളം മാറാൻ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ വിശദീകരിച്ച എല്ലാ ശക്തികളും ഇവിടെ സജീവമാണ്. അതുകൊണ്ട് തന്നെ അവരിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ വോട്ടവകാശത്തെ പോലും നിയന്ത്രിക്കുകയാണ്. അവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക്, അവരുടെ മനസ്സിലേക്ക് ആണാണോ പെണ്ണാണോ നമ്മൾ, ഞാൻ എന്ന ചിന്തയിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയാണ്. ജെൻഡർ പൊളിറ്റിക്സിലൂടെ, ജെൻഡർ ഫ്ലൂയിഡിറ്റിയിലൂടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പോലും ഇത്തരം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരം അപകടകരമായ സാഹചര്യത്തിൽ ഈ വിഘടനവാദ പ്രവണതകൾക്കെല്ലാം എതിരായിട്ടുള്ള, ഇത് ഒരു കട്ടിംഗ് സൗത്ത്, ഒരു വലിയ ഫ്ലോപ്പായി മാറിയ ഒരു കട്ടിംഗ് സൗത്ത് സെമിനാറിനെതിരായിട്ടുള്ള പരിപാടി അല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇത് ഫ്ലോപ്പായി പോയ, ഒരു ഡാൻസ് സ്ക്രിബായി പോയ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രക്കാരും ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ടും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ, ദേശീയവാദികളുടെ ചെറുത്തുനിൽപ്പ് കൊണ്ട് ഡാൻസ് സ്ക്രിബായി പോയ, വമ്പൻ പരാജയമായി പോയ ഒരു സെമിനാറിനെതിരായിട്ടുള്ള പരിപാടിയല്ല, ഒരു മീഡിയ കോൺക്ലേവിനെതിരായിട്ടുള്ള പരിപാടിയേ അല്ല. അതൊരു വെറും ലക്ഷണം മാത്രമാണ്, ഒരു അപകടത്തിന്റെ, രോഗത്തിന്റെ ലക്ഷണം മാത്രമായിരുന്നു. രോഗം അന്തർലീനമാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. മനസ്സിലേക്ക് കടത്തിവിടപ്പെട്ട വിഷബീജങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. നമ്മുടെ ചരിത്രത്തെ വിഷമയമാക്കാനുള്ള പരിശ്രമത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ചരിത്രത്തെ വിഷമയമാക്കലാണല്ലോ ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ബെനോക്രിയുടെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, ടു പോയിസൺ എ നേഷൻ പോയിസൺ ഇസ് സ്റ്റോറീസ്. ഒരു രാഷ്ട്രത്തെ വിഷമയമാക്കാൻ അതിൻ്റെ ചരിത്രത്തെ വിഷമയമാക്കുക. നമ്മുടെ ചരിത്രത്തെ വിഷമയമാക്കുന്നതിനുള്ള പോരാട്ടമാണ്. മനസ്സുകളെ വേർതിരിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്തരം ഒരു തലക്കെട്ടിട്ട്, വേണമെങ്കിൽ ചിലർക്കെങ്കിലും പ്രകോപനപരം എന്ന് തോന്നാവുന്ന സെഷനുകളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതും. ഇതൊരു തുടക്കമാവട്ടെ. ഈ ചർച്ചകൾ, ഇതിലുയർന്നു വന്ന വിഷയങ്ങൾ, ഇത് മാത്രമല്ല, വിഷയങ്ങൾ എത്രയോ വിഷയങ്ങളുണ്ട്. വളരെ ആഴത്തിൽ സസൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വരുന്ന സമയത്ത് കേരളത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ കേസരി ഈ വിഷയവുമായി ജനങ്ങളെ സമീപിക്കും. പ്രബുദ്ധ ജനതയുടെ മനസ്സിന്റെ മുന്നിലേക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ചർച്ചകൾ നടക്കും. മുഴുവൻ ഭാരതത്തിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാരതത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങൾക്കെതിരെ, അവർ പടുത്തുയർത്തി വയ്ക്കുന്ന, പടച്ചു വയ്ക്കുന്ന നരേറ്റീവ്സിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധമാണ്, ഒരു ചെറുത്തുനിൽപ്പാണ്, വേണ്ടി വന്നാൽ ഒരു കടന്നാക്രമണമാണ് ഈ കാര്യക്രമം, ഈ പരിപാടി എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.